ഇടി കിട്ടിയത് എനിക്ക് മാത്രമല്ല, ഈ സിനിമയിൽ മിക്കവർക്കും എല്ലാവർക്കും തന്നെ ഇടി കിട്ടിയിട്ടുണ്ട്. 10-ാം തീയതി കാണാൻ പറ്റിയില്ലെങ്കിൽ 11, 12, 13 പോയി കാണാം. ആദ്യം തന്നെ ട്രിവാൻഡ്രത്ത് വരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. കാരണം ട്രിവാൻഡ്രത്ത് ഇതിനു മുമ്പ് വന്നത് ഒരു പടത്തിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ടായിരുന്നു. പ്രേമലുവിൻ്റെ ഷൂട്ട് തുടങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. അപ്പോൾ അത് വലിയൊരു സക്സസ് ആയി. അപ്പോൾ എനിക്ക് ഈ ട്രിവാൻഡ്രം ഭയങ്കര സ്പെഷ്യലാണ്. അതേപോലത്തെ ഒരു ഹിറ്റാക്കി തരണേ ഈ പടവും. ഓക്കെ. ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ്റെയും അല്ലെങ്കിൽ ഞങ്ങളെടുത്ത എഫേർട്ടിൻ്റെയും എല്ലാം ഇപ്പോൾ ട്രെയിലറിലും അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് വിട്ട കണ്ടൻറ്റിലും എല്ലാം കണ്ടതാണ് എല്ലാവരും. അതിനെപ്പറ്റി കൂടുതൽ പറയാനില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ ലുക്കുവിനോട് പറയായിരുന്നു, ഇതേപോലെയുള്ള സ്റ്റേജ് പ്രോഗ്രാമിൽ നല്ല സൗണ്ട് സിസ്റ്റത്തിൽ നമ്മളുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പവറുണ്ട്, ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല പവറിലുള്ള ഇടി കിട്ടുന്നതും കൊടുക്കുന്നതും നിങ്ങൾക്ക് ഏപ്രിൽ 10 മുതൽ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അത് തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാതിരിക്കുക. ഈ പടം OTT-ൽ വരാൻ വെയിറ്റ് ചെയ്യാതെ തിയേറ്ററിൽ തന്നെ പോയി ഈ ഇടിപ്പടം കാണുക. കമ്പയർ ടു ബോക്സിങ് റൊമാൻസ് ആണ്, ഈസി ആണല്ലോ, എല്ലാവർക്കും പ്രേമിക്കാൻ ഇഷ്ടമാണല്ലോ. അല്ലെങ്കിൽ ഇടി കിട്ടിയത് എനിക്ക് മാത്രമല്ല, ഈ സിനിമയിൽ മിക്കവർക്കും എല്ലാവർക്കും തന്നെ ഇടി കിട്ടിയിട്ടുണ്ട്. അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ ഓരോ ഇടി അല്ലെങ്കിൽ അടി ചവിട്ടൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്തായാലും പടം കാണുമ്പോൾ മനസ്സിലാവും. എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുമില്ല ഇതൊക്കെ ഒരു മാനദണ്ഡമായിട്ട് നിൽക്കുന്നുണ്ട്. പണ്ടും ഇപ്പോഴും അല്ലേ, നല്ല നല്ല കഴിവുള്ള ആൾക്കാരെ എപ്പോഴും സിനിമ കൂടെ നിർത്തിയിട്ടുണ്ട്. എനിക്കിതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ കൂട്ടത്തിൽ ആർക്കും തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഓക്കെ, താങ്ക് യു. സ്റ്റോക്ഡ് ആണ് ഇവിടെ വന്നിങ്ങനെ നിന്നിട്ട് കുറേ പേരെ കണ്ടപ്പോൾ. ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസസ്. കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഓരോ ഷോട്ടുകളും അത്രയും നല്ല ടീമിൻ്റെ ഒപ്പം ആയതുകൊണ്ടുള്ള ആ ഭംഗിയുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഐ ലുക്ക് ഗുഡ് ഇൻ ദാറ്റ് അപ്പാരൻ്റ്ലി. സോ really grateful to be part of it. Yes. Yes, thank you very much. ഹായ്, ഹലോ, നമസ്കാരം. ആദ്യം തന്നെ വന്നതിൽ നല്ല സന്തോഷം. നല്ല എനർജറ്റിക് ആയിട്ടുള്ള ക്രൗഡാണെന്നാണ് പ്രതീക്ഷ. പക്ഷേ എനർജി ഇല്ലല്ലോ. ഇപ്പോൾ ഓക്കെ. ഞാനിതിൽ ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഒരു കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള, കുറച്ച് കോഴിത്തിരൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മെൻ്റലിയും ഫിസിക്കലി ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു സിനിമയാണ്. ഏകദേശം 100 ദിവസത്തോളം ഇതിൻ്റെ ഷൂട്ടുണ്ടായിരുന്നു. ഒരു 5 മാസത്തോളം ഇതിൻ്റെ പ്രിപ്പറേഷൻസും ബോക്സിങ് പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇട്ട് പോയി സിനിമ 10-ാം തീയതി തന്നെ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. ഇതൊരു ഫൈറ്റ് സിനിമയല്ല. കൂടുതലും കോമഡിയും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എല്ലാവരും സിനിമകൾ കാണുക, ഫസ്റ്റ് ഡേ തന്നെ കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം എല്ലാവരെയും ഇങ്ങനെ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ. ഞങ്ങളിങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രൊമോഷൻ്റെ ഓട്ടത്തിലാണ്. അവസാനം ഇപ്പോൾ തിരുവനന്തപുരത്ത് എത്തി. ഭയങ്കര സന്തോഷം. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി ഇനി വെറും 4 ദിവസമുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഞാൻ റഹ്മാൻ ഖാലിദിൻ്റെ കൂടെ തല്ലുമാലയ്ക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അത് എന്താവും അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും പോകൂലേ? സിനിമ കാണൂലേ? ഓക്കെടാ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതിൽ മൂവിയുടെ ഒരു ഭാഗമായതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആർട്ടാണല്ലോ, അപ്പോൾ ഇത്രയും ഒരു വൈഡായിട്ടുള്ള പരിപാടിയിൽ ഒരു അംഗമാവാൻ സാധിച്ചതിൽ സന്തോഷം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 10-100 ദിവസം നീണ്ടുന്ന ഷൂട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു 100 ദിവസം എടാ എവിടെ. അപ്പോൾ ഇതിൽ നിന്ന് ഈ മ്യൂസിക് എന്നുള്ളൊരു പരിപാടിയിൽ നിന്ന് മാറി അഭിനയം പരിപാടി ട്രൈ ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്ത് അത് നല്ല രീതിക്ക് വന്നിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വരുന്ന 10-ാം തീയതി
അത് തിയേറ്ററിൽ വരാൻ പോവുകയാണ്. എല്ലാവരും ഒത്തിരി നല്ല പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. DJ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഇതിൽ, നെസ്ലിൻ്റെ കസിൻ ബ്രദറായിട്ട്. സോ അതേപോലെ എല്ലാവരും അടിപൊളി പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം. 10-ാം തീയതി തിയേറ്ററിൽ പോയിട്ട് കാണണം. 10-ാം തീയതി കാണാൻ പറ്റിയില്ലെങ്കിൽ 11, 12, 13 പോയി കാണാം. ഒരുപാട് ദിവസങ്ങൾ അതെ, കാണാം. നല്ല എല്ലാവരും എഫേർട്ട്, ജെന്യൂൻലി എഫേർട്ട് ഇട്ടൊരു, ഫിസിക്കലി മെൻ്റലി എഫേർട്ട് ഇട്ടൊരു മൂവിയാണ് ആലപ്പുഴ ജിംഖാന. സോ അതിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ ഞാൻ നിങ്ങളടുത്ത് പറയുകയാണ്. സോ സന്തോഷം എല്ലാവരെയും കണ്ടതിൽ. ഞാൻ ലാസ്റ്റ് ട്രിവാൻഡ്രം വരുന്നത് ഒരു കോൺസേർട്ടിനാണ്, മ്യൂസിക് കോൺസേർട്ടിനാണ്. ആൻഡ് രണ്ടാമത് വരുന്നത് ഇപ്പോൾ ഒരു മൂവിക്ക് ഒരു പരിപാടിയായിട്ടാണ്. സോ രണ്ടും കലാ സംബന്ധമായി ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ സന്തോഷം, നിങ്ങളൊക്കെ കണ്ടതിൽ സത്യമായിട്ടും സന്തോഷമുണ്ട്. ഇതെനിക്കൊരു പുതിയൊരു രീതിയാണ് ഈ പടത്തിൻ്റെ പരിപാടിക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാവരെയും കാണാൻ പറ്റിയ സന്തോഷം. അപ്പോൾ ശരി. All right, thank you so much, each one of you. അപ്പോൾ ആലപ്പുഴ ജിംഖാന ഒരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവട്ടെ. And we will see you on April 10th.